ഡ്യൂറൻ കപ്പ് ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ആ ഒരു ഡ്യൂറൻ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുകയില്ല എന്നൊരു കാര്യം നമ്മൾ മുമ്പത്തെ വീഡിയോയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു കാര്യം ഏകദേശമല്ല പൂർണ്ണമായും നിലവിൽ ഉറപ്പായിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കുകയില്ല. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വരുവാനായിട്ട് പോകുന്ന ISL സീസണിന് വേണ്ടി ഒരുങ്ങുക തന്നെയാണ് പ്രധാന ലക്ഷ്യം. സോ ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും ISLുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ എന്ന് പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസിനോട് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു റിപ്ലൈ ആയിട്ട് ആരാധകർക്ക് ലഭിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിലവിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും ഇല്ല എന്നും അത് മാത്രമല്ല ഇനി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അടുത്തൊരു 10-15 ദിവസത്തിനുള്ളിൽ മാത്രമേ ഒരു നല്ലൊരു അപ്ഡേറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉടമകളായിട്ടുള്ള മാഗ്നം സ്പോർട്സ് അവിടെ 100% സ്റ്റേക്കുകളും വിൽക്കുവാനായിട്ട് തയ്യാറായി എന്നും നമ്മൾ അറിയുന്നുണ്ട്. സോ പുതിയ ആരെങ്കിലും കടന്നു വരുന്നുണ്ട്, അതായത് സ്പോൺസർഷിപ്പ് മേഖലയിൽ പുതിയ ഏതെങ്കിലും കമ്പനി കടന്നു വരുന്നുണ്ടോ എന്ന കാര്യത്തിലൊന്നും നമുക്ക് വലിയ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും നിലവിൽ നമുക്കറിയാൻ പറ്റുന്ന സാഹചര്യം വെച്ചാണ് എങ്കിൽ ഇനി ISLന് വേണ്ടി ഒരുങ്ങുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു പോയ സീസണിൽ ടീമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്ന താരമായിരുന്നു ഫ്രാഞ്ചു. സോ ഫ്രാഞ്ചു എന്ന് പറയുന്ന മുൻ റിയൽ മാഡ്രിഡ് അക്കാദമി എന്ന പ്ലെയർ ആയിട്ടുള്ള ഫ്രാഞ്ചുവിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായതാണ്. അദ്ദേഹത്തെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും FC ഗോവ ടീമിലേക്ക് എത്തിക്കുന്നു എന്ന തരത്തിലൊരു വാർത്ത നേരത്തെ മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ടീമിൽ നിന്ന് ആളുകൾ പോകുന്നതല്ലാതെ പുതിയൊരു സൈനിങ് ഇൻകമ്മിങ് ആയിട്ടൊരു സൈനിങ്ങോ അല്ലെങ്കിൽ പുതുതായിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതുമാത്രമല്ല ലൂണയുടെ റെസ്പെക്റ്റീവ് ക്ലബ്ബായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്ന, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലബിൽ നിന്നും അദ്ദേഹം വിട പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ലോൺ കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇത് മാത്രമാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വാർത്തയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. സോ ഉറപ്പായും ഉടൻ തന്നെ ഒരു മാർക്കസ് പറഞ്ഞ പോലെ ഒരു 10-15 ദിവസം കാത്തിരിക്കേണ്ടതായിട്ട് വരും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വ്യക്തമായ ചില അപ്ഡേറ്റുകൾ ലഭിക്കുവാനായിട്ട്.